ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പിറവി തിരുനാളിൻ്റെ ആഘോഷത്തിന് ഒരുക്കമായുള്ള ആഗമന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. ഈ ആഗമന കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒരുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തു ഹൃദയത്തിൽ പിറക്കാൻ വേണ്ടി ഒരുക്കണമെന്നാണ് പറയുന്നത്. ഈ കുടുംബ യൂണിറ്റുകൾ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബ യൂണിറ്റിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു സുന്ദരമായ ഒരു അനുഭവം പങ്കുവയ്ക്കാം. നമുക്കറിയാലോ, കുടുംബ യൂണിറ്റിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഞങ്ങളുടെയൊക്കെ അവിടെ ഒരു ടീപ്പോയി വയ്ക്കും. ആ ടീപ്പോയിൽ ഒരു കുരിശുരൂപം ഉണ്ടാകും. പിന്നെ ആ കുടുംബ യൂണിറ്റിൻ്റെ മധ്യസ്ഥനോ മധ്യസ്ഥയോ ആരാണെന്ന് വെച്ചാൽ ആ വിശുദ്ധൻ്റെ ചെറിയൊരു രൂപം വയ്ക്കും. 2 തിരികളുണ്ടാകും. അങ്ങനെയാണ് കുടുംബ യൂണിറ്റിൻ്റെ ഭവനങ്ങളിൽ മേശ ഒരുക്കുന്നത്. കുടുംബ യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാനവിടെ ചെല്ലുന്നത്. ഞാനവിടെ ചെന്നു എനിക്കായി ഒരുക്കിയിരിക്കുന്ന കസേരയിൽ ഞാനവിടെ ഇരുന്നു. എൻ്റെ മുമ്പിലായി ആളുകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് മാറി ഒരമ്മയും ഒരു കുഞ്ഞിരിക്കുന്നുണ്ട്. ആ അമ്മ കുഞ്ഞിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നുണ്ട്. കുഞ്ഞ് പതുക്കെ അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ നോക്കി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ അവൻ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, അമ്മ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തത് സ്തുതി കൊടുക്കട എന്നാണ്. അങ്ങനെ സ്തുതി തരാൻ വേണ്ടി എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഞാനിങ്ങനെ സ്തുതി മേടിക്കാൻ വേണ്ടി കൈതേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. കുഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ മുമ്പിൽ വച്ചിട്ടുള്ള ടീപ്പോയിലുള്ള ക്രൂശിത രൂപത്തിൽ കണ്ട ക്രിസ്തുവിന് സ്തുതി കൊടുത്തിട്ട് അവനിങ്ങനെ തിരിച്ചു പോവുക. അമ്മ അവനോട് വീണ്ടും പറയുന്നുണ്ട്, എടാ അച്ഛന് സ്തുതി കൊടുക്കടാ. അതൊന്നും ഗവനിക്കാതെ അവൻ അമ്മയുടെ അടുക്കിലേക്ക് തിരിച്ചു വരികയാണ്. അമ്മയുടെ മടിയിൽ സ്ഥാനം ഉറപ്പിച്ചു. ഞാനിങ്ങനെ സ്തുതി മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ആളുകൾ എല്ലാവരും എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സ്തുതി കിട്ടാതെ ചമ്മിപ്പോയ ഒരു അവസ്ഥ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ സംഭവം എന്നോട് പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സ്തുതി കൊടുക്കുന്നത് ആർക്കാ? ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എന്നാണ്. അതായത് എൻ്റെ ഉള്ളിലുള്ള ഈശോ മിശിഹായെ അവൻ കണ്ടിട്ട് അവൻ എൻ്റെ ഉള്ളിലുള്ള ഈശോ മിശിഹായിക്ക് സ്തുതി കൊടുക്കുക. നിഷ്കളങ്കമായ ആ കുഞ്ഞ് എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ കാണാതെ പോയത് അവൻ്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അതെൻ്റെ കുഴപ്പം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കും. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് എന്നെ നോക്കി ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? വർഷങ്ങളിലെ ക്രിസ്തുമസുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കൊഴിഞ്ഞു വീഴുമ്പോൾ ഈ വർഷത്തെ ക്രിസ്തുമസിൽ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ അപരന് സ്തുതി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഇവിടെ എൻ്റെ ഉള്ളിലേക്ക് ഈശോയെ കുടിയിരുത്തുവാനും ആ ഈശോയുടെ വാക്കും പ്രവൃത്തിയും ചിന്തയും ഈ ശരീരത്തിലൂടെ, ഈ നാവിലൂടെ, ഈ കരങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് സ്തുതി പറയാൻ പറ്റുന്നൊരു ജീവിതം അപരൻ്റെ മുമ്പിൽ ജീവിക്കാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.